ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദർശന ധനേഷ്. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പൊന്നാനിയിലുള്ള കർമ്മ റോഡ് ഭാഗത്തുള്ള ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അവിടെ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിരാനയാണ് ആ മീൻ, ബ്ലാക്ക് കളറായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മീനുകളുടെ. 2 മീനായിരുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ വേറെ ടൈപ്പ് മീനാണ്, ആ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ ഒരു വൈറ്റ് മീൻ കേട്ടോ അവിടെ കാണുന്നത്. നല്ല ഭംഗിയുള്ള മീനാട്ടോ. അത് ഒറ്റ ഒന്നേ ഉള്ളൂ, ഒരു വൈറ്റ്. അവിടെ ഒരു കുട്ടി അത് അതിനെ തൊട്ട് നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുക കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ വീണ്ടും ഒരു പിരാന മീനാട്ടോ. അവിടെ ഒന്നേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. ഇതാ മേമയും ഇവുമാണ്, അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ അത് വേറെ കളർഫുള്ളായിട്ടുള്ള കുറേ മീനുകളുണ്ട് കേട്ടോ. അവിടേക്കും പോയി. അപ്പോൾ തിരക്ക് കാരണം ഞങ്ങൾ സൈഡിലേക്ക് നീങ്ങിക്കുകയാണ്. പിന്നെ ഇത് ചെറിയ ചെറിയ മീൻ വൈറ്റ് കളറിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു ഗോൾഡ് ഫിഷ്, വലിയൊരിത് ഗോൾഡ് ഫിഷ് പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഞങ്ങൾ അതാ ബബിൾസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന്ന് അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതാ വീണ്ടും ഞങ്ങൾ ആ ഗോൾഡ് ഫിഷ് പോലത്തെ, അതിൻ്റെ ചെറിയതാട്ടോ, കളർഫുള്ളായിരുന്നു. വൈറ്റുമേ ഓറഞ്ച് സ്പോട്ടായിട്ടുള്ളതായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞങ്ങളത് ആ ബബിൾസൊക്കെ തൊട്ടൊക്കെ നോക്കുക കേട്ടോ. അതിൽ നല്ല ചെറിയ മീനായിരുന്നു, നല്ല ക്യൂട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മറ്റേതിൽ ചെറിയ അടിയിലാണ് മീൻ എടുക്കുന്നത്, അതിന് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ പക്ഷികളും മൃഗങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനായിരുന്നു ഞങ്ങൾ പോയത്. അവിടെ വെറൈറ്റീസാട്ടോ, കുറേ നമ്മൾ കാണാത്ത കുറേ വെറൈറ്റീസ് ഓഫ് പക്ഷികളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ പിന്നെ കുട്ടികളും ഉണ്ട് കേട്ടോ, ചെറിയ പക്ഷികളുടെ കുട്ടികളും. പിന്നെ പഞ്ചവർണ്ണത്തത്തേനെ കണ്ടിരുന്നു കേട്ടോ. അത് ഹൈലൈറ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത്. ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാമ്പിനെ കണ്ടു കേട്ടോ, പെരുമ്പാമ്പാ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. പിന്നെ കോഴികൾ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് ഫാൻസി കോഴി അങ്ങനെ എന്തോ ആണ്, വെറൈറ്റി കേട്ടോ. നമ്മളിവിടെ ഒന്നും കാണാനില്ല, വളർത്തണമെന്ന് അങ്ങനെ കണ്ടില്ല. പക്ഷേ അവിടെ പോയപ്പോൾ കുറേ വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാൽമലൊക്കെ ഇങ്ങനെ കളറൊക്കെ ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു അത്. പിന്നെ ഞങ്ങളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ടൈപ്പ് ഓഫ്, അത് കോഴിയല്ല തോന്നുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ വന്നൊരു പക്ഷിയായിരുന്നു കേട്ടോ അത്. പിന്നെ അതാ ഒരു അണ്ണാൻകുഞ്ഞ് പോലത്തെ സാധനം കേട്ടോ. അത് അവിടെ കെടുക്കുക കേട്ടോ, വയ്യ തോന്നുന്നുണ്ട്. അതങ്ങനെ അതിൽ കെടുക്കുകയാണ്. അത് പക്ഷേ പറക്കണത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറക്കാൻ പറ്റും കേട്ടോ. അത് അണ്ണാൻകുഞ്ഞിൻ്റെ ടൈപ്പ് പോലെയാണ്, പക്ഷെ അത് പറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ ഏതൊക്കെയോ ടൈപ്പ് പക്ഷികളാട്ടോ, അത് ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു വലിയ പൂവൻ കോഴി പോലത്തെ ഒരു സാധനമാണ് അത് കളർഫുൾ ആട്ടോ. ഇത് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ കാണുന്ന ടൈപ്പ് പോലത്തെ സാധനം. എന്താ ബ്രഹ്മ ചിക്കൻ അങ്ങനെ എന്തോന്നാ പറയുക. അവിടെ ചിലതിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, ചിലതിൻ്റെ ഒന്നും പേര് എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബേർഡായിരുന്നു കേട്ടോ. ഒരു പല ടൈപ്പ് ഓഫ് കളേഴ്സ് മിക്സ് ആയിട്ട്. ഞാൻ തൊട്ട് നോക്കിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന പൂച്ചേനെ, നല്ല വൈറ്റ്, അത് ഉറങ്ങുക തോന്നുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. ഞാൻ തൊട്ട് നോക്കി, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തേക്ക് പോയപ്പോൾ വേറൊരു ടൈപ്പ് ബേർഡിനെ, അത് ഞാൻ കൈ വെച്ച് നോക്കി. അപ്പോൾ അത് ചാടി താഴത്തേക്ക് വന്നു കേട്ടോ. അതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്നു. പിന്നെ അതിൻ്റെ മുകളിലും വേറെ കൂട്ടിൽ കുറേ ഇതുണ്ട് കേട്ടോ പക്ഷികൾ. പിന്നെ ഒരു ബ്ലാക്കും ഒരു വൈറ്റൊക്കെ മിക്സ് ആയിട്ടുള്ള തരം ഒരു പൂച്ചേനെ കേട്ടോ കണ്ടത്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് തത്തമ്മയുടെ പോലത്തെ ടൈപ്പ് കുറേ ഉണ്ട് കേട്ടോ, തത്തമ്മയുടെ ടൈപ്പ് പോലത്തെ. പിന്നെ ഇഗ്വാനകളാട്ടോ, ഓന്തിൻ്റെ ടൈപ്പൊക്കെ പോലെ തോന്നുകയാണ് എനിക്ക്. അത് വളർത്തണമെന്ന് തോന്നുന്നു, പല വീടുകളിലും ഉണ്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ അത് കുറേ ഇഗ്വാനകളുണ്ട് കേട്ടോ. അതിൻ്റെ കഴുത്തിലൊക്കെ എന്താ പറയുക, വലിയൊരു തരം ഓപ്പണിംഗ് ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് ഒരു വെറൈറ്റി കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സാധനത്തിനെ. ഇതിൻ്റെ വേറെ ടൈപ്പ് ഫസ്റ്റ് കണ്ടു, പക്ഷേ അത് ഇതിൻ്റെ വാലിന് നല്ല നീളമുള്ളൊരു ടൈപ്പാണ്. പിന്നെ അത് നല്ല തിരക്കായ കാരണം അപ്പുറത്തേക്ക് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു. വേറെ ഒരു പ്രത്യേക കളറുള്ള ഒക്കെ മിക്സ് കളേഴ്സ് കേട്ടോ, വെറൈറ്റീസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ തിരക്കായിരുന്നു. ഒക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഷെയ്ക്കായി പോവുകയാണ് ആകെ. കുറേ തിരക്കായ കാരണമുള്ളതാണ് പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണാൻ കുറേ കോഴികളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ തത്തയുടെ ടൈപ്പ് 2 എണ്ണം ഉണ്ട്. ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ കോഴീനെ. പിന്നെ വേറെ പക്ഷികളൊക്കെ ഉണ്ട്. ആ പക്ഷികൾ ഏതാണെന്നൊന്നും പേരറിയില്ല, ചിലതിൻ്റെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം വീഡിയോസ് പോകണ്ടേ. അപ്പോൾ അതാണ്. പിന്നെ ചെറിയ ചെറിയ കിളികളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ വരാറില്ലേ, നല്ല ചെറിയ കിളികൾ, അങ്ങനത്തെ ടൈപ്പും ഉണ്ട്.
ഇതാ പിന്നെ ഒരു ഫാൻസി സെക്ഷൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കടന്നത്. കുറേ സ്റ്റിക്കർ വെച്ചിട്ടുള്ളത്, അവിടെ അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എന്തോ അവിടെ വേറെ സ്കൂളിൻ്റെ എന്തൊക്കെ സ്കൂൾ ടൈം ആയ കാരണം അവരെന്തോ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് പോയിട്ടോ വേഗം. പിന്നെ അതാ അവിടെ എന്താണ് ഒരാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പി കൂതിയിട്ട്. അവിടെ കളിക്കണ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫാൻസി ഐറ്റംസും ഉണ്ട്. ഫാൻസി ഐറ്റംസ് ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയിട്ടാട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ പോയത് അതാ ഒരു സ്കൂൾ ബാഗുകളുടെ സെക്ഷനിലാട്ടോ. ഇഷ്ടം പോലെ ബാഗുണ്ട്. എനിക്കത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വേഗം പോയ കാരണം വാങ്ങിച്ചില്ല. ഞാനതെല്ലാം നോക്കിയിട്ടാട്ടോ നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വിത്തുകളായിരുന്നു കേട്ടോ, കുറേ വിത്തുകളുണ്ട്. പിന്നെ മിഠായികളാണ്, പഴയ കാലത്തെ മിഠായി എന്ന് പറഞ്ഞിട്ട് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും പാപ്പനൊക്കെ അത് കുറേ അവിടെ നിന്ന് നോക്കിയിട്ട് വാങ്ങിച്ചു തോന്നുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് തന്നെ അതാ സ്കൂളിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എന്തോ വിളിക്കലൊക്കെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് മാറി. ഇപ്പോൾ അതാ വിത്തുകൾ ഞങ്ങൾ നോക്കിയിട്ടോ, കുറേ വിത്തുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അപ്പുറത്തേക്ക് നടക്കുമ്പോൾ കുറേ ഫാൻസി ഐറ്റംസ്, മാല, വള, കമ്മലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ